ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വാട്സപ്പിൽ വന്നിരിക്കുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ ഒരു ഓപ്ഷൻ വന്നിട്ട് കുറച്ചായിട്ടുണ്ട്. പക്ഷെ എന്റെ ഫോണിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റ് വളരെ അടുത്താണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാനത് ശ്രദ്ധിച്ച സമയത്താണ്, ഇത് വളരെ ചെറിയൊരു അപ്ഡേറ്റ് ആണെങ്കിൽ പോലും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നും. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത്, നമുക്ക് ആരാണോ മെസ്സേജ് അയക്കുന്നത് അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് പറഞ്ഞിരുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ട് ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. കാരണം ചിലപ്പം അവർക്ക് ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഒന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ കേട്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി അവരോടൊന്ന് പറയാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്, നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. ചിലർക്ക് ഈ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, ചിലർക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറിയതിനു ശേഷം പ്ലേ സ്റ്റോറിൽ നമുക്ക് ഇവിടെ താഴെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. ആ സെർച്ച് ഓപ്ഷനിൽ വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, അപ്ഡേറ്റ് ചെയ്തവർക്കാണെങ്കിൽ ഇവിടെ ഓപ്പൺ എന്നാണ് കാണിക്കുക. ഇവിടെ ഓപ്പൺ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രൊഫൈലുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണിത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്, ഞാൻ ഇവിടെ ഒരു ഫ്രണ്ടിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ അവർക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. ഇവിടെ മെസ്സേജ് ഞാൻ അയക്കുന്ന സമയത്ത് നമുക്കറിയാം താഴെ മെസ്സേജ് അയക്കേണ്ട ഈ ഒരു ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒരു ഹായോ അല്ല എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഹായ് ഞാൻ ടൈപ്പ് ചെയ്യാണ്. ടൈപ്പ് ചെയ്തിട്ട് ആരോ മാർക്കിൽ നമ്മൾ സെൻഡ് ചെയ്തു. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ബ്ലൂ ടിക്ക് കണ്ടു കഴിഞ്ഞാൽ അവർ കണ്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇനി എന്താണ് അവർ ചെയ്യുന്നത്, തിരിച്ച് അവർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി പുതിയൊരു ഓപ്ഷനാണ് ഇപ്പൊ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അവർ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ റിപ്ലൈ ആയിട്ട് അവർ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ആ ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് വരുന്ന ആ ഒരു രീതി മാറിയിട്ടുണ്ട്. ആദ്യമുള്ള പോലെയല്ല ഇപ്പൊ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഡോട്ട്സ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവരെന്തോ ടൈപ്പ് ചെയ്യുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കണ്ടില്ലേ, 3 ഡോട്ട്സ് 3 ഡോട്ടുകൾ ഇങ്ങനെ 3-4 ഡോട്ടുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവർ നമുക്ക് ടൈപ്പ് ചെയ്യാണ്, നമുക്ക് എന്തോ റിപ്ലൈ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അവർ വോയിസ് അയക്കല്ല, ടൈപ്പ് ആണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം അവർ ടൈപ്പ് ചെയ്യാണോ ചെയ്തതെന്നുള്ളത്. അപ്പൊ ടൈപ്പ് ചെയ്തിട്ട് അവർ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിൽ നമുക്ക് ഇവിടേക്ക് കണ്ടില്ലേ റിപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവർ ടൈപ്പ് ആണ് ചെയ്തത്. ഇനി അവർ നമുക്ക് വോയിസ് ആയിട്ടാണ് മെയിൽ അയക്കുന്നതെങ്കിൽ, വോയിസ് ആയിട്ടാണ് റിപ്ലൈ അയക്കുന്നതെങ്കിൽ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവർ ഞാനൊരു വേറൊരു ഫോണിലാണ് ഇതിലേക്ക് അയക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനൊരു കമന്റ് റിപ്ലൈ കൊടുക്കുകയാണ്. റിപ്ലൈ കൊടുത്തു, ഒരു സ്മൈലി ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുത്തു. അപ്പൊ ഇനി അവർ അതിന് റിപ്ലൈ ആയിട്ട് നമുക്ക് വോയിസ് ആണ് അയക്കുന്നതിൽ കണ്ടില്ലേ, വോയിസ് ആയിട്ട് അയക്കുന്ന സമയത്ത് ഇവിടെ ഒരു മൈക്കിന്റെ ബട്ടൺ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ആ മൈക്കിന്റെ ബട്ടൺ നമുക്ക് കണ്ടില്ലേ, മൈക്കിന്റെ ബട്ടൺ. അപ്പൊ അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് അവർ റിപ്ലൈ ആയിട്ട് തരുന്നത് എങ്ങനെയാണ്, മൈക്കിൽ കൂടെ, അതായത് വോയിസ് ആയിട്ടാണ് അവർ റിപ്ലൈ തരുന്നത് എന്നുള്ളത്. നേരത്തെ ഡോട്ട്സ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് അവർ ടൈപ്പ് ചെയ്തിട്ടാണെന്നുള്ളതും ഈ മൈക്കിന്റെ അടയാളം കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവര് റിപ്ലൈ തരുന്നത് നമുക്ക് വോയിസ് ആയിട്ടാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കണ്ടില്ലേ, വോയിസ് ആയിട്ടാണ് നമുക്ക് ഇവിടെ റിപ്ലൈ ആയിട്ട് വന്നിരിക്കുന്നത്.